നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഞാൻ ഇന്ന് നിൽക്കുന്ന നമ്മുടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇവിടെ ഒരു ചേട്ടനുണ്ട്. നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ മണികണ്ഠൻ ആൽത്തറയുടെ ഫ്രണ്ടിലൊരു കടയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചേട്ടനെ നാട്ടെ പരിചയപ്പെടുത്തുന്നതിനൊരു കാര്യമുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കണ്ടോ, നല്ല അടിപൊളി ഒരു പലഹാരമാണ്. ചേട്ടാ ഇതിൻ്റെ പേരെന്താ ചേട്ടാ? ഇതിൻ്റെ പേര് മുന്തിരിക്കൊത്ത്. മുന്തിരിക്കൊത്ത് മോദകത്തിൻ്റെ വേറെ ഒരു ഐറ്റമാണ്. ശരി. പയറ് വറുത്ത് അലകാക്കി തേങ്ങ തിരുമ്മി അതും നല്ലവണ്ണം വറുത്ത് ഇങ്ങനെ ശർക്കര പാവ് വച്ച് ഉണ്ട പിടിച്ച് വച്ചിട്ട് പിന്നെ മാവിൽ പച്ചരി മാവിൽ മുക്കി എണ്ണയ്ക്കകത്തിടുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു മാസം വരെ ഇരിക്കുന്ന കേടാവത്തില്ല. ഇത് നല്ല രസമുണ്ട് കേട്ടോ, തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റ്. ഏലക്കയൊക്കെ ചേർക്കും ഇതിനകത്ത്. ഏലക്ക ഇതെല്ലാം ചേർത്ത് ഉണ്ടാകും. ചുക്ക് ഏലക്ക എല്ലാം ചേർത്തുണ്ടാകും. അത് ശരി. നമ്മൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് പലഹാരങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ടേസ്റ്റ് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിയത് മോദകമാണെന്ന് കരുതിയിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഇത് മോദകമല്ല. ഇത് വാങ്ങി കഴിച്ചപ്പോഴാണ് ഇതിനകത്തെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലായത്. ഇതിന്റെ പേര് മുന്തിരിക്കൊത്തല്ലേ? അപ്പൊ ഈ പണിയുള്ള ഒരുപാട് ജോലിയുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക അല്ലേ? ഇത് പയർ വറുത്ത് അലകാക്കണമെങ്കിൽ 2-3 മണിക്കൂർ ഇതിന് ശ്രമിച്ചെങ്കിലേ പയർ ഇതാവും. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മുന്തിരിക്കൊത്തെന്ന് പേര് പറയുമ്പോൾ നമ്മളിത് പയറും കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഈ മുന്തിരിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. പിന്നെ പക്ഷേ ഈ മുന്തിരിക്കൊത്ത് ഈ പേരെങ്ങനെ വന്ന്? പക്ഷേ ഇത് ഇടുമ്പോഴേ നമ്മളിപ്പോൾ ഒരു 10-15 ഇടുമ്പോൾ ഇത് മുന്തിരി പോലെ ഒട്ടിയേ ഇരിക്കത്തുള്ളൂ. പിന്നെ അടത്തി എടുക്കുന്നതാണ് ഏതാ. അതുകൊണ്ടാണ് മുന്തിരിക്കത്ത്. മോദകമൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടി പിടിക്കത്തില്ല. അത് ശരി. അത് ഒറ്റ പീസായിട്ട് വരും. ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. പിന്നെ അടത്തി ഇങ്ങനെ എടുക്കുക. അത് ശരി. ഇത് ഈ ഒരു പലഹാരം ചേട്ടൻ്റെ ഒരു മാസ്റ്റർ പീസ് ആണെന്ന് തോന്നുന്നല്ലോ. ഇത് ഒരുപാട് ആൾക്കാർ തിരക്കി വരാറുണ്ടോ? ഇത് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഇവിടെ ഇലയപ്പം, കിണ്ണിയപ്പം, കൊഴുക്കട്ട, ആവിയിലുള്ള ഐറ്റംസ്. അത് ശരി. പിന്നെ ഈ അച്ചപ്പം, അരിയുണ്ട, ഇതെല്ലാം വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ടുണ്ടാകും. അത് ശരി. ഇത് എത്ര വർഷമായി ഈ ഒരു കടയുണ്ട്? എത്ര വർഷമായിട്ടുണ്ട് ഈ കട? ഇതിപ്പം ഇവിടെ 4 വർഷമാണ്. പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ആയിരുന്നു അല്ലേ? അത് ശരി. ഇപ്പൊ ഇങ്ങോട്ട് മാറിയതാ. അപ്പോൾ എന്തായാലും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം നമ്മൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ സംഭവം കൊള്ളാം. മുന്തിരിക്കൊത്തെന്നാണ് പേര്. പേരുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ അടിപൊളി സംഭവമാണ്. അപ്പം മുന്തിരിക്കൊത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ചേട്ടനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു ഇന്നോവ കാർ സമ്മാനമായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പ്രതിയായിട്ടോ കള്ളനായിട്ടോ എന്താവശ്യമായിട്ട് വന്നാലും ഈ കടയിലൊന്ന് കയറുക, ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുക അല്ലയോ? അഥവാ പോലീസുകാർ 2 ഇടിയൊക്കെ തന്നാലും വേദനയൊക്കെ മറക്കാൻ ഇത് നല്ലതാ അല്ലയോ? അടിപൊളി. അപ്പം നമ്മുടെ പ്രേക്ഷകരൊക്കെ ഉണ്ട്, തമാശ പറഞ്ഞ കേട്ടോ, പ്രേക്ഷകരൊക്കെ ഉണ്ട് എന്ത് സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്യുക. സംഭവം അടിപൊളി ഐറ്റമാണ്. ലൊക്കേഷൻ ഒന്നുകൂടെ ഒന്ന് പറയാം. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ മണികണ്ഠൻ ആൽത്തറയുടെ നേരെ ഫ്രണ്ട്. ചേട്ടൻ്റെ പേരെന്തുവാ? ശ്രീനിവാസൻ. ഓക്കെ. എല്ലാവിധ ഭാവങ്ങളും